ഹലോ ഹലോ. അവച്ചി, എന്തോയി? എന്താണ്? ഒന്നുമില്ലാലോ. എന്തെങ്കിലും ഉണ്ടോ? എന്തുണ്ടാവാനാ? എനക്ക് തരാൻ എന്തേലും ഉണ്ടോ? ഉണ്ടല്ലോ. ഇപ്പം ആരുമില്ലല്ലോ തരാനുള്ള. നേരെ ഇങ്ങ് തന്നോ, ഞാൻ മേടിച്ചോളാം. ശരിക്കും. ശരിക്കും തായോ. നിനക്ക് ഞാൻ തന്നെ പോലെ. അതല്ല, ഈ എന്തോ തരാന്ന് പറഞ്ഞില്ലേ കുറച്ച് മുന്നേ വിളിച്ചിട്ട്. ആഹാ, അതെനിക്കിപ്പോ തരാനൊരു സുഖല്ല. എനക്കറിയാം, ഉം. എപ്പോ വിളിച്ചാലും എന്നെ കളിയാക്കുന്ന എൻ്റെ ഒരു ഹോബിയായിട്ട് വന്നിരിക്കും. ഉം. ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ആഗ്രഹിപ്പിക്കുക, എന്നിട്ട് പറയുക ഒന്നുമില്ല. എന്ത് മനസ്സാ വെച്ച്. എന്നെയും കുറെ കൊതിപ്പിച്ചതല്ലേ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലാണ്. അന്നെ കൊതിപ്പിച്ചെങ്കിലും അന്നെ കാണാറില്ലേ. എങ്ങനെ വീഡിയോ കോളില്ല? ഈയായിട്ട് സംസാരിക്കാറില്ലേ? ഫോണിലല്ലേ? എല്ലാം ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്താ എനക്കൊരു ഇഷ്ടമില്ലായ്മ? ഇഷ്ടമില്ലായ്മ എങ്ങനെ കൂടെ ഇല്ലാത്തോണ്ട് എപ്പോഴും പറഞ്ഞ് പറ്റിക്കും. വേണ്ടെങ്കിലേ ഉം. വേണ്ടെന്ന് മനസ്സറിഞ്ഞ് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്ന എനക്ക് ഇനിയെങ്കിലും ഉണ്ടാക്കിക്കൂടെ? അതെ, എനിക്ക് വേണ്ടെങ്കിലേ ഞാൻ വേണ്ടാത്ത തന്നെ പറയും. ഓക്കെ. പക്ഷെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി ആവശ്യം. നമ്മൾ പറഞ്ഞു വന്ന് എന്തായിരുന്നു ആവശ്യേ? അതെ, ഓയ്, എനിക്ക് കാക്ക് എന്തോ മേടിച്ചു തരാന്ന് പറഞ്ഞതാ. അങ്ങനെ അല്ലായിരുന്നു ആവശ്യം. ഈ വളച്ചു കുടിക്കല്ലേ ഞാൻ പറഞ്ഞ കാര്യം. വെറുതെ ഇങ്ങനെ വളച്ചൊടിക്കുക. ഈ എനിക്ക് എന്തോ തരാന്ന് പറഞ്ഞില്ലേ രാവിലെ? അത് രാവിലെ അല്ലേ? ഇപ്പൊ സമയം എത്രയായി? അത് ഇതെന്റെ സാരമില്ല. മനസ്സില്ല. മൈൻഡ് അങ്ങ് പോയി. വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് ആകെ ടയേർഡായില്ലേ? അല്ലെങ്കിൽ നമുക്കറിയാലോ, എന്ത്? നമ്മള് ക്ഷീണം മാറ്റി വരുമ്പം നമ്മളോട് സംസാരിക്കാനൊന്നും ഒരു മനുഷ്യനല്ല. ഞാനില്ലേ? ഉണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. എന്തിനാ ഈ ഇങ്ങനെ ചിരിക്കണേ? അല്ല, ഓരോ ആലോചിക്കുമ്പോ ചിരിക്ക് വരുന്നല്ലേ. ഈ എന്തെന്ന് അതിനെ ആലോചിക്കാൻ വേണ്ടിട്ട് ഈ തരാന്ന് പറഞ്ഞ സാധനം തായോ, ഞാൻ വെച്ചിട്ട് പൊക്കും. താല്പര്യമില്ലെങ്കിൽ. അങ്ങനൊന്നും പറയല്ലാർക്കും. അല്ല, എനക്കങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അതെ, ഓയ്, നേരിട്ട് തരുമ്പോഴും ഫോണിൽ കൂടെ തരുമ്പോഴും ഒരു ഇതുണ്ടാവില്ല. നേരിട്ട് തരുമ്പോഴാ ഒരു ഇത് കിട്ടുള്ളൂ, ഫീലിംഗ്. സാരില്ല, അതൊക്കെ താരുണ്ട്. അതിൽ കുറച്ച് ഫീല് പോരെ? ഇത്തിരി ഫീലിംഗ് വേണ്ട. ഷോ, അനക്കാണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ എനക്കുള്ള സ്നേഹമൊന്നുമില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. എനിക്കിപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, എന്നോട് ഭയങ്കര പൂതിയായി വരും. അതവിടെ കിടക്കുമ്പോ അങ്ങനെ പലതും തോന്നും. ഷോ അവച്ചി, അങ്ങനെയൊന്നും പറയില്ലേ. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണത്. സ്നേഹം ഉണ്ടെങ്കിലേ പോയി ഒരു 4 മാസത്തേക്ക് ലീവ് എടുത്ത് തരാന്നുള്ളൂ. നമുക്ക് 4 മാസം മാറ്റിയിട്ടേ ഒരു 5 കൊല്ലത്തേക്ക് ആക്കിയാലോ? ഡബിൾ ഓക്കെ. അപ്പൊ പിന്നെ ഉള്ളിലേക്ക് വല്ലതും പോണമെങ്കിൽ വായു ഭക്ഷിക്കുമായിരിക്കട്ടെ. ഇങ്ങനെ ചിരിക്കല്ലേ, ഇങ്ങനെ ചിരിച്ച് കൊതിപ്പിക്കല്ലേന്ന്. അപ്പൊ എന്താടോ ചിരിയുടെ ടൂണങ്ങ് മാറിപ്പോയി? ഒന്നുമില്ല. എന്നാലെന്തുണ്ട് ഉള്ളില്? വേറെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടൊരു ചിരിയാണ് ആ ചിരിച്ചത്. എനക്കറിയാൻ വാച്ചേ. പിന്നെന്തിനാ ചോദിക്കണേ? അല്ല, എന്നെ മാത്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരിക്കുന്നു. ശരിക്കും അതൊന്നും ആവില്ലെങ്കിൽ ഞാനേ പോയി എങ്ങനെ? ഒന്നുമില്ല. എനിക്കെന്തെങ്കിലും തരാനാ വീണ്ടും? ആ, എനിക്കിനി ഒന്നും വേണ്ട. എൻ്റെ എന്നപ്പോ തരാതിക്കണു. ഇത്രയും പറഞ്ഞ് പറ്റിച്ചിട്ട് ഇനി ഞാൻ മേലെ ചോദിക്കൂലോ വെച്ച്. ചോദിക്കണ്ട, തരുമ്പോൾ തന്നാൽ മതി. ഞാൻ തരത്തില്ല. ഇത്രയും ജാടയാണെങ്കിൽ പിന്നെ ഞാനിനി വിളിക്കുകയല്ല. പിന്നെ അത്ര ചാടാച്ചിനെ കാണാനും വരണ്ട. വേണ്ട, ശരിയെങ്കിൽ.
ഹലോ